എല്ലാവർക്കും ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഫോക്കസ് മോട്ടോഴ്സിന്റെ കറന്റ് ലൊക്കേഷൻ തന്നെ ഒന്ന് പരിചയപ്പെടാം. മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മഞ്ചേരി റോട്ടിൽ നിയോ ഹോസ്പിറ്റലിന്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത്. അതോടൊപ്പം തന്നെ കൊല്ലത്തും നമ്മുടെ ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. കൊല്ലം പാലത്തറ ട്രാവൻകൂർ മെഡിസിറ്റിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത്. ഇന്ന് ഫോക്കസ് മോട്ടോഴ്സിലൂടെ വാഹനം പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഷെർബിലാണ് കേട്ടോ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന നമ്മുടെ എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു വെഹിക്കിളാണ് മെഴ്സിഡീസ് ബെൻസ്. മെഴ്സിഡീസ് ബെൻസിന്റെ എ ക്ലാസ് എന്നൊരു വെഹിക്കിളാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. 2014 മോഡലാണ്. അപ്പോൾ അതിൽ കുറച്ച് അഡീഷണൽ എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വണ്ടി ചെയ്തിരിക്കുന്നത്. അതായത് കുറച്ച് വർക്ക് എടുത്ത വണ്ടിയാണ്, കുറച്ച് AMG സ്റ്റൈലിലോട്ട് മാറ്റിയ ഒരു വെഹിക്കിളാണ്. ഈ ഒരു വെഹിക്കിൾ ജസ്റ്റ് നമുക്കൊന്ന് വാക്ക് അറൗണ്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്രണ്ടിൽ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത് ഇവിടെ നമ്മൾ ഒരു ലിപ്പ് പോർഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ AMG ബമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ LED ലൈറ്റ്സും കാര്യങ്ങളും കാണാം. ഇത് DR ലാൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. പിന്നെ AMG ഗ്രില്ല് യൂണിറ്റ് ആണ് വരുന്നത്. ഇത് ബ്രോൺസ് കളറിലാണ് എന്താ നമ്മൾ ലോഗും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ. പിന്നെ ബോണറ്റിൽ കുറച്ച് ലൈൻസും കാര്യങ്ങളും, അതായത് ബ്ലാക്ക് നമ്മളെ AMGന്റെ എഡിഷൻസും പോലെ ബ്ലാക്ക് ലൈനും കാര്യങ്ങളും വരുന്നുണ്ട്. പവർഫുൾ വണ്ടിയാണ്. പിന്നെ ഇതിന്റെ അലോയ് വീലാണ് കുറച്ചും കൂടെ ഹൈലൈറ്റ്. ഒരു ഗോൾഡ് കളറിലാണ് അലോയ് വീൽ കൊടുത്തിട്ടുള്ളത്. അല്ലേ, ഒരു 5 സ്പോക്ക് അലോയ് വീലാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് കാലിപ്പർ ചെയ്തിരിക്കുന്നത് നമ്മൾ റെഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ AMG എഡിഷൻ എന്നുള്ള ഒരു ബ്രാൻഡിങ്ങും കാര്യങ്ങളും ബ്ലാക്ക് പെയിന്റിൽ. അതുപോലെ തന്നെ സ്കേർട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് താഴെ. അല്ലേ, ആ സ്കേർട്ടിങ് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ മിറർ എന്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വെഹിക്കിൾ ഓൾ ഓവർ സ്ക്രാച്ച്ലെസ് വെഹിക്കിളാണ്. പ്രീമിയം കാറാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ടാവും, ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വെഹിക്കിൾ കൂടിയാണ്. എ ക്ലാസ് ആണ്, GLA അല്ല കേട്ടോ, എ ക്ലാസ് ആണ്. പിന്നെ ഡോർസിനൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര സ്ക്രാച്ച്ലെസ് വെഹിക്കിളാണ്. നിങ്ങൾ നോക്കിയാൽ നമ്മളിവിടെ ഒരു സാധാരണ നമ്മളിവിടെ കൈയൊക്കെ ഇടലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അധികം സ്ക്രാച്ച് വരാറുണ്ട്. പക്ഷേ ഇതിന് അവിടെ ഒന്നും സ്ക്രാച്ചും കാര്യങ്ങളും വരുന്നില്ല. പിന്നെ ബാക്കിൽ വീലും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ബാക്കിൽ നമ്മൾ സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പോയിലറൊക്കെ അഡീഷണൽ ചെയ്താട്ടത്. ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ എടുത്ത വണ്ടിയാണ്. ഡിഫോക്ക് ലൈൻസ് കാണാം. അതുപോലെ തന്നെ നമുക്ക് വൈപ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. ലോഗോ എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്കിൽ നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. UP രജിസ്ട്രേഷനാണ് ഇപ്പോൾ വെഹിക്കിൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ടെയിൽ ലാമ്പും കാര്യങ്ങളും വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ജസ്റ്റ് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്താണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കുന്നത്. അതൊക്കെ സ്മോക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. കൂളിംഗ് ഒട്ടിച്ചിരിക്കുന്നത് സ്മോക്കി ഫീലാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിഫ്യൂസേഴ്സ് കൊടുത്തിരിക്കുന്നത്. എഞ്ചിൻ്റെ ഡിഫ്യൂസറാണ് കൊടുക്കുന്നത്. വലിയ പൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് തോന്നിപ്പിക്കുന്ന സംഭവമാണ്. പക്ഷേ എക്സോസ്റ്റ് താഴെയൊക്കെയായിരുന്നു വരിക. അപ്പോൾ ചെറിയ നല്ല അടിപൊളി ഡിഫ്യൂസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൂട്ട് സ്പേസ് അത്യാവശ്യം ഉണ്ടാവും. ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്താൽ കണ്ടില്ലേ, സ്പെയർ വീലും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട്. ഇനി നമ്മൾ വെഹിക്കിൾ ഇൻറ്റീരിയറിൽ എന്തൊക്കെയുണ്ട് നോക്കാം. ഇൻറ്റീരിയറിൽ ചെറിയ തോതിൽ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ്. നമ്മളിവിടെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ സീറ്റ്സ് കണ്ടില്ലേ, സ്പോർട്ടി സീറ്റാണ് കൊടുക്കുന്നത്. എഡിഷനാണ്. പിന്നെ ഹെഡ് റെസ്റ്റൊക്കെ കണ്ടില്ലേ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ സ്പോർട്ടി ബക്കറ്റ് സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ പാഡൽ ഷിഫ്റ്റേഴ്സ് എന്ത് ചെയ്തിരിക്കുന്നത്, റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഇവിടെ ഒരു കേസ് നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലേ, അത് നോക്കി മനസ്സിലാവും. ജെറ്റ് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള എയർ വെന്റും കാര്യങ്ങളും കാണാം. ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സെൻറ്റർ കൺസോളാണ് വരുന്നത്. നല്ല വർക്കിംഗ് ആണ്. അത് പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, വോൾട്ടിങ് സോക്കറ്റും കാര്യങ്ങളും. പിന്നെ ഇവിടെ ഡാഷ് ബോർഡിൽ ശ്രദ്ധിച്ചാൽ ഒക്കെ ലെതറാണ്. അതുപോലെ സ്ക്രീൻ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളാണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓൺ ആക്കി കാട്ടിത്തരാം. കണ്ടില്ലേ, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് പവർഫുൾ മെഷീനാണ്, നോക്കിയാൽ. വാ, നൈസ്. ഇത് ടച്ച് അല്ല വരിക, കണ്ടില്ലേ, ചെറിയൊരു സ്ക്രീനാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ മൗസ് കൺട്രോളാണ് ഇവിടെ വരുന്നത്. ഈ ഭാഗത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ സെറ്റപ്പിലാണ് കൊടുത്തിട്ടുണ്ട്. AC കാര്യങ്ങളൊക്കെ എപ്പോഴും വർക്കിംഗ് ആണ്. 100%. കണ്ടില്ലേ, നല്ല കൂളിംഗ് ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമുക്കൊരു ചെറിയൊരു എലമെൻറ്റ്സും കാര്യങ്ങളാണ്. നല്ല മൈന്യൂട്ട് കാർബൺ എലമെൻറ്റ് പോലെ തോന്നിപ്പിക്കുന്ന സംഭവം. ഡാഷ്ബോർഡും ഫ്ലോ ബോക്സും കണ്ടില്ലേ, നല്ല നൈസാണ്. പിന്നെ ഇതിൻ്റെ സൺ റൂഫൊന്നും വരുന്നില്ല. പക്ഷേ ബ്ലാക്ക് ഇൻറ്റീരിയറാണ് കൊടുത്തിട്ടുള്ളത്. എല്ലായിടത്തും ബ്ലാക്ക് ഇൻറ്റീരിയറാണ്. അതുപോലെ തന്നെ എല്ലാം ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു അലുമിനിയം ടെക്സ്റ്റേഴ്സും കാര്യങ്ങളും കാണാം. വെഹിക്കിളിന് സൗണ്ട് നോക്കിയാൽ അല്ല, ഓഫ് ചെയ്യാം. നമുക്ക് ബാക്ക് സൈഡിൽ എന്തൊക്കെയുണ്ട് നോക്കാം. അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് കണ്ടില്ലേ, ആംറെസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. തേർഡ് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു കോമ്പാക്റ്റ് ഹാഷ് ബാക്ക് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കിൽ ഉണ്ടാവും. സെൻട്രൽ ടണൽ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്താണ്. കണ്ടില്ലേ, ഓൾ ഓവർ സ്ക്രാച്ച്ലെസ് വെഹിക്കിളാണ്. നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തൊരു വെഹിക്കിളും കൂടെയാണ്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതിൽ ആൾമോസ്റ്റ് ഒരു 40 ലക്ഷത്തിൻ്റെ അടുത്ത് നമ്മൾ വെഹിക്കിളിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസും കാര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. 2014 മോഡൽ വരുന്നതാണ്. ഏകദേശം 83,000 കിലോമീറ്ററാണ് വെഹിക്കിൾ ആകെ കവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബെൻസ് എ ക്ലാസ് ആണ് വരുന്നത്. ഡീസൽ വെഹിക്കിളാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണെന്നൊക്കെ അറിയാലോ. ഇതിന് കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത വെഹിക്കിളാണ്. പിന്നെ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല, ആക്സിഡൻ്റ് ഒന്നുമില്ല.
അപ്പോൾ ഇത് റീ രജിസ്ട്രേഷൻ, അതായത് നമ്മൾ UP രജിസ്ട്രേഷനാണ് വെഹിക്കിൾ കിടക്കുന്നത്. NOC പ്രൈസിൽ നമ്മൾ ഈ ഒരു വെഹിക്കിൾ ആസ്ക് ചെയ്യുന്നത് ഏകദേശം 10 ലക്ഷം രൂപയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെഹിക്കിൾ NOC പ്രൈസിൽ ആസ്ക് ചെയ്യുന്നുണ്ട്. സ്ക്രാച്ച്ലെസ് വെഹിക്കിളാണ്, ഒരു റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളില്ല. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മളെ ഫോക്കസ് മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലുള്ള കളക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് പേജിൽ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ എല്ലാ ലിസ്റ്റും വരുന്നുണ്ട് കേട്ടോ. focusmotors.in അടിച്ചു കഴിഞ്ഞാൽ www.focusmotors.in അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് പേജിൽ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലുള്ള എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്.